ഹലോ കൂട്ടുകാരെ, ഞാൻ ഷേളി ജോയ്. എൻ്റെ ചെറിയ ഗാർഡനിലേക്ക്, ഓർക്കിഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൊടുക്കുന്ന വളം ജൈവ വളമാണ്. കൊന്നയില അത് ഉതിർത്തിയെടുത്ത് മിക്സിയിൽ അരച്ച് അരി കഴുകിയ വെള്ളം കൂടി ചേർത്താണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ആദ്യം തന്നെ ഈ കൊന്നയില എല്ലാം അടർത്തി മിക്സിയിലെ ജാറിലേക്ക് ഇടുക. എല്ലാം ഉതിർത്തിട്ട് ഇടുക. കൊന്നയില എല്ലാം ഉതിർത്തി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഇത് നമുക്ക് ഇനി മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം. ഇത് അരി കഴുകിയ വെള്ളമാണ്. അത് തലേദിവസം ഞാൻ എടുത്തു വെച്ചതാണ്. ഇപ്പോൾ അന്ന് തന്നെ കഴുകിയ വെള്ളമാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ തലേദിവസം എടുത്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ അരി കഴുകിയ വെള്ളം ഇത് അരിച്ച് ഞാൻ ഈ ബക്കറ്റിലോട്ട് ഒഴിക്കുകയാണ്. കൊന്നയില മിക്സിയിലിട്ട് വെള്ളവും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ച അരപ്പാണിത്. അരി കഴുകിയ വെള്ളത്തിലേക്ക് ഇത് കൂടി മിക്സ് ചെയ്യുകയാണ്. ഇച്ചിരി വെള്ളം കൂടി കൂട്ടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ വെള്ളം ഒഴിക്കുക. അത് കഴുകി ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞ് എടുക്കുക. അതിൻ്റെ സത്തെല്ലാം കംപ്ലീറ്റും പോരും. ഞാൻ കൊന്നയില മിക്സിയിലിട്ട് അടിച്ച് അരി കഴുകിയ വെള്ളം കൂടി ചേർത്തതാണ്. അപ്പോൾ അതൊന്നും കൂടി അരിക്കുകയാണ്. അരിച്ചിട്ട് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കരടുണ്ടെങ്കിൽ അത് ചെടിയിൽ പറ്റിപ്പിടിച്ചിരുന്നു അത് ഫംഗസ് ആകും. ഇനി ഈ കൊന്നയില അരച്ചതിലേക്ക് പിന്നെ അരി കഴുകിയ വെള്ളവും കൂടി മിക്സ് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ഇരട്ടി വെള്ളം ചേർക്കുകയാണ്. ഇതൊരു 3/4 ഭാഗം വെള്ളം നമ്മൾ ചേർത്ത് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഈ കൊന്നയില മിക്സ് ചെയ്ത വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഈ ചെറിയ പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചിട്ടാണ് ഓർക്കിഡിന് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിൽ ബക്കറ്റിൽ മുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാണ് ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ ഫെലനോപ്സിസിനാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. ഇത് നല്ല കരുത്തുണ്ടാവാനും പൂക്കാനും ഒക്കെ ഈ വളം നല്ലതാണ്. ഇത് ജൈവ വളമാണ്. ഇപ്പം നമുക്ക് മഴ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ജൈവവളം കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ജൈവവളം കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് വളം കുറവ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് മഴക്കാലം ആകുമ്പോൾ ഇംഗ്ലീഷ് വളം കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞാൻ ഒഴിച്ചാണ് കൊടുക്കുന്നത്.
ഇതിന് സ്പൈക്കൊന്നും വന്നിട്ടില്ല, പക്ഷെ വരാനായിട്ടുണ്ട്. ഇതിൻ്റെതായ ഒരു ചെറിയ ചെറിയ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന്. ചെറുതായിട്ട് വന്നേയുള്ളൂ. ബാക്കി എല്ലാത്തിനും സ്പൈക്കുകളും വിരിയാറായ മുട്ടുകളൊക്കെയാണ്. 2 എണ്ണത്തിൽ മാത്രം ഇനി മുട്ടുകൾ വരാനുണ്ട്. ഞാൻ ഈ ആഴ്ച കൊടുത്തത് കൊന്നയുടെ ജൈവവളമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.